ഈ ബൈബിൾ സ്റ്റഡിയുടെ 7ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. കർമ്മമാർഗത്താലല്ല വിശ്വാസത്താലാണെന്നും രക്ഷകൃപയാൽ വിശ്വാസം മൂലം ലഭിക്കുന്നതാണെന്നും അവർ ഗ്രഹിച്ചു. അങ്ങനെ മതനവീകരണം ഉണ്ടായി. കാലക്രമത്തിൽ അതിൽ വീണ്ടും നവീകരണം ഉണ്ടാകുകയും വിശ്വാസ സ്നാനം നിലവിൽ വരികയും ചെയ്തു. കുഞ്ഞുങ്ങളുടെ തലയിൽ വെള്ളമൊഴിക്കുന്ന പരിപാടിയല്ല. കർത്താവായ യേശുവിനെ വാഗൊണ്ട് ഏറ്റു പറഞ്ഞതിന് ശേഷം വെള്ളത്തിൽ മുങ്ങി മാമോദീസ സ്വീകരിക്കുന്നതാണ് ശരിയായ മാർഗമെന്ന് മനസ്സിലായി. 20ാം നൂറ്റാണ്ടായപ്പോഴേക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും സഭയിൽ വ്യാപിക്കുവാനിടയായി. അങ്ങനെ ഇന്ന് നാം കാണുന്നത് പോലെ ദൈവത്തിന്റെ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായി, ശരിയായ മാമോദീസായി ഉണ്ടായി. ദൈവജനം ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുവാൻ തുടങ്ങി. സാത്താൻ വീണ്ടും വേവലാതിയായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ വീണ്ടും ചില പദ്ധതികളൊക്കെ ഒരുക്കി. സാത്താന്റെ ഗോപുരവാതിക്കൽ, സാത്താന്റെ ഗേറ്റിങ്കൽ വീണ്ടും ആലോചന കൂടുകയുണ്ടായി. അങ്ങനെ ദൈവസഭയെ തകർക്കാൻ പുതിയ ദുരുപദേശങ്ങൾ സാത്താൻ സഭയിൽ അവതരിപ്പിച്ചു. ഇന്ന് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പല ദുരുപദേശങ്ങളും ഉണ്ടായത് അങ്ങനെയാണ്. ആത്മവിവശത എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു അവശത പരിപാടി, താഴെ വീഴുന്ന പരിപാടി സാത്താനാണ് ദൈവത്തിന്റെ സഭയിൽ കൊണ്ടുവന്നത്. വചനത്തിൽ അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. രോഗശാന്തി എന്നത് ദൈവസഭയിൽ ഉള്ളതാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കും എന്നത് ശരിയാണെങ്കിലും അമിത പ്രാധാന്യം രോഗശാന്തിക്ക് കൊടുത്തു, അമിത പ്രാധാന്യം അത്ഭുതങ്ങൾക്ക് കൊടുത്തു, അമിത പ്രാധാന്യം ഭൗതിക നന്മകൾക്ക് കൊടുത്തു. ആടുകൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും യേശു വന്നു. പക്ഷേ അത് മാറ്റിയിട്ട് ഭൗതിക നന്മകളിലേക്ക്, ഭൗതിക അനുഗ്രഹങ്ങളിലേക്ക് ജനത്തിന്റെ ശ്രദ്ധ തിരിച്ചു. വിശ്വാസികൾക്ക് രോഗം വരില്ല, വിശ്വാസികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരികയില്ല, അപകടമരണം ഉണ്ടാകുകയില്ല, അപകടമേ ഉണ്ടാകുകയില്ല എന്നൊക്കെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രോസ്പെരിറ്റി തിയോളജി സാത്താൻ സഭയിൽ കൊണ്ടുവന്നിട്ടു. ഇതേപ്പറ്റിയൊക്കെ തുടർന്ന് ചില പ്രസംഗങ്ങളിൽ ഞാൻ വിശദീകരിക്കുവാനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ കൂടുതലൊന്നും പറയുന്നില്ല. 4ാം നൂറ്റാണ്ടിൽ പാഗൺ മതത്തെ ദൈവസഭയിൽ കൊണ്ടുവന്നുകൊണ്ട് സഭയെ മുടിക്കാൻ ശ്രമിച്ച അതേ സാത്താനാണ് ഈ 21ാം നൂറ്റാണ്ടിൽ പ്രോസ്പെരിറ്റി തിയോളജി കൊണ്ടുവന്ന് മറ്റൊരു ക്രിസ്തുവിനെ അവതരിപ്പിച്ച് മറ്റൊരു സുവിശേഷം പ്രസംഗിച്ച് ജനത്തെ തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ സൂക്ഷിക്കുക. വീണ്ടും ജനിച്ച ദൈവമക്കൾ ഇത്തരം ചതിയിൽ അകപ്പെടരുത്. പാതാള ഗോപുരങ്ങൾ ദൈവത്തിന്റെ സഭയെ ജയിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവാകുന്ന പാറമേൽ, കർത്താവായ യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ല് വെച്ച് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ 2000 വർഷത്തോളമായി പണിതുകൊണ്ടിരിക്കുന്ന ഈ ദൈവസഭയെ തകർക്കാൻ സാത്താൻ പലവട്ടം ശ്രമിച്ചെങ്കിലും, സാത്താന്റെ ഗോപുരത്തിന്റെ വാതിൽക്കൽ പലവട്ടം ആലോചനകൾ നടന്നെങ്കിലും ദൈവത്തിന്റെ സഭ ഇന്നും നിലനിൽക്കുകയാണ്, ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നും സാത്താൻ ദൈവത്തിന്റെ സഭയെ തകർക്കുവാൻ വേണ്ടി ദുരുപദേശങ്ങൾ കൊണ്ടിടുന്നു. ശ്രേഷ്ഠരായ ദൈവദാസന്മാരെ തന്നെ കയ്യിലെടുത്തുകൊണ്ട്, ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ശോഭിച്ചിരുന്നവരായ ദൈവദാസന്മാരെ തന്നെ കയ്യിലെടുത്തുകൊണ്ട് ഇന്ന് സാത്താൻ ദൈവസഭയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ ദൈവത്തിന്റെ സഭയെ ജയിക്കയില്ല. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ബൈബിളിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. ഇന്ന് കേൾക്കുന്ന ഈ ദുരുപദേശങ്ങളുടെ പിന്നാലെ പോയി നിങ്ങളുടെ ജീവിതം വ്യർത്ഥമാക്കരുത്. എന്തുപദേശം കേട്ടാലും, എന്ത് നടപടി കണ്ടാലും നിങ്ങൾ ദൈവത്തിന്റെ വചനം വെച്ച് പരിശോധിക്കുക. പുതിയ നിയമമാണ് ദൈവസഭയുടെ പ്രമാണ ഗ്രന്ഥം. പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ നോക്കുക. ഒരാൾ ഊതുമ്പോൾ ജനങ്ങൾ താഴെ വീഴുന്നു എങ്കിൽ ദൈവവചനത്തിൽ നോക്കുക. ഊതുന്നതിനെ കുറിച്ച് കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കൽ കർത്താവ് ഊതിയാരും വീണില്ല, വിശേഷിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല. അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും പോയി ഊതിയിട്ടുണ്ടോ? ഊതൽ പരിപാടിയെ കുറിച്ച് ലേഖനങ്ങളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇതിനെല്ലാം ഇല്ല എന്നുള്ള മറുപടിയാണ് കിട്ടുക. അപ്പോസ്തലന്മാർ തൊട്ടപ്പോൾ ആരെങ്കിലും താഴെ പോയിട്ടുണ്ടോ? കർത്താവ് തൊട്ടപ്പോൾ ഭൂതബാധിതർ താഴെ പോയിട്ടുണ്ട്. കർത്താവ് തൊടാതെയും ഭൂതബാധിതർ താഴെ പോയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ മുമ്പിലും ഭൂതങ്ങൾ ഒരു പക്ഷേ വീണിരിക്കാം. വീഴ്ത്തൽ ശുശ്രൂഷയെ കുറിച്ച് ലേഖനത്തിൽ ഒരിടത്തും പറയുന്നില്ല. വീണിട്ട് രോഗശാന്തി ഉണ്ടാകുന്ന കാര്യം പറയുന്നില്ല. രോഗശാന്തിയെ കുറിച്ച് പ്രസംഗിച്ചു നടന്നതായി നാം കാണുന്നില്ല. അത്ഭുതങ്ങളെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടി നാം കാണുന്നില്ല. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, ആ സുവിശേഷമാണ് അവർ പറഞ്ഞത്. വിശ്വസിക്കുന്ന യവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാകുന്നു എന്നാണ് ദൈവവചനം പറഞ്ഞത്. അങ്ങനെ രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാകുന്ന സാക്ഷാൽ സുവിശേഷമായിരുന്നു ദൈവത്തിന്റെ ദാസന്മാർ പ്രസംഗിച്ചിരുന്നത്.
എന്നാൽ ഇന്ന് നാം കേൾക്കുന്നത് മറ്റൊരു സുവിശേഷമാണ്. സമൃദ്ധി നൽകുന്ന ദൈവം, രോഗമില്ലാതെ ആജീവനാന്തം ജീവിക്കുവാൻ ഇടയാക്കുന്ന ദൈവം, ആപത്തുകളില്ലാതെ സൂക്ഷിക്കുന്ന ദൈവം, വിദേശത്തേക്ക് അയച്ചു പണം ഉണ്ടാക്കി തരുന്ന ദൈവം, വലിയ വീടും വലിയ കാറും ഒക്കെ ഉണ്ടാക്കി തരുന്ന ദൈവം, ധനവാന്റെയും ലാസറിന്റെയും കഥ പറഞ്ഞ യേശുവല്ല ഇവരുടെ ദൈവം. ഇത് മറ്റേതോ ദൈവമാണ്. എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ കാണുന്നതൊക്കെയും നിനക്ക് തരാമെന്ന് യേശുവിനോട് പറഞ്ഞ ആ ദൈവം, ഈ ലോകത്തിന്റെ ദൈവം, മാമോൻ, അതാണ് ഈ പറയുന്നവരുടെ ദൈവം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. എന്നാൽ ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടവരായ വീണ്ടും ജനിച്ചവരായ ദൈവമക്കളെ, വഞ്ചിക്കപ്പെടരുത്. സമൃദ്ധി ദൈവം തന്നെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിച്ചു കൊള്ളുക. ദുഃഖം വന്നെങ്കിൽ അത് സ്വീകരിക്കുക. രോഗം വന്നാൽ സ്വീകരിച്ചു കൊള്ളുക. ദൈവം രോഗശാന്തി തന്നെങ്കിൽ അത് സ്വീകരിച്ചു കൊള്ളുക. നമുക്ക് വേണ്ടത് നിത്യജീവന്റെ മൊഴികളാണ്. നാഥാ, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും എന്ന് ചോദിച്ച ശിഷ്യന്മാരെ പോലെ നിത്യജീവന്റെ മൊഴികളുള്ളവനായ യേശുവിനെ പിൻപറ്റിക്കൊണ്ട് ആ യേശുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനാണ് നാം ഇറങ്ങിത്തിരിച്ചത്. ഏത് ഉപദേശം കേട്ടാലും ഏത് നടപടി കണ്ടാലും ദൈവവചനവുമായി, വിശേഷിച്ച് പുതിയ നിയമവുമായി ഒത്തുനോക്കുകയും കർത്താവ് ഇത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ, അപ്പോസ്തലന്മാർ പ്രാപിച്ചിട്ടുണ്ടോ, ലേഖനത്തിൽ ഉപദേശമുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് മുന്നേറുകയും ചെയ്താൽ സാത്താനിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. ശ്രദ്ധിക്കുക, സാത്താൻ ഒരുപക്ഷെ നിന്നെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. സാത്താൻ ഒരുപക്ഷെ ലോക്കൽ സഭകൾ നശിപ്പിക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിന്റെ സഭയെ തകർക്കുവാൻ സാത്താന് കഴിയുകയില്ല. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവസഭയെ തകർക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ആകാശത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച യേശുവാണ് വാഗ്ദത്തം തന്നിരിക്കുന്നത്. ആകയാൽ ദൈവത്തിന്റെ സഭയെ തകർക്കുവാൻ സാത്താന് സാധ്യമല്ല. പക്ഷേ വ്യക്തി ജീവിതങ്ങൾ തകർന്നു പോയേക്കാം, പ്രാദേശിക സഭകൾ പോലും തകർന്നു പോയേക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, വ്യക്തി ജീവിതങ്ങൾ തകരുമെങ്കിലും തകരുന്നത് ഞാനാകരുതേ, എന്റെ കുടുംബാംഗങ്ങളാകരുതേ, എന്റെ സഭയിലെ അംഗങ്ങളാകരുതേ, എന്റെ ദേശത്തെ അംഗങ്ങളാകരുതേ. കർത്താവേ, ലോക്കൽ സഭകൾ തകർന്നു പോയേക്കാം. തകരുന്നത് ഞങ്ങളുടെ സഭയാകരുതേ, ഞങ്ങളുടെ ദേശത്തുള്ള ഒരു സഭയുമാകരുതേ, സാത്താൻ പ്രബലനാകരുതേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, വിധേയപ്പെടുത്തി കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രയും സമയം ഈ ബൈബിൾ സ്റ്റഡി ശ്രദ്ധിക്കുവാൻ സന്മനസ് കാണിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇതുപോലെയുള്ള മറ്റ് പ്രസംഗങ്ങൾ, ബൈബിൾ സ്റ്റഡി ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ 214-278-4052 എന്ന ടെലിഫോൺ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മറ്റ് പ്രസംഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ്. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.